all, this is Shivina, your mentor. Welcome to How to Make It Easy. രാവിലെ പഠിക്കുന്നതാണോ രാത്രി പഠിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സമയത്താണ് പഠിച്ച ഏറ്റവും കൂടുതൽ ഓർമ്മ കിട്ടാൻ ഏത് സമയത്ത് പഠിക്കുന്നതാണ് നല്ലത്? എല്ലാ സ്റ്റുഡൻസിന്റെയും ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആണിത്, രാവിലെ പഠിക്കണോ രാത്രി പഠിക്കണോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ആൻസർ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാതിരിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 8 മണിക്കാണ്. രാത്രി 8 മണിക്ക് പഠിക്കാൻ തുടങ്ങി ഒരു പുലർച്ചെ 5 മണി 6 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക ആ ഒരു സമയത്ത് പഠിക്കുമ്പോഴാണ്. കാരണം ചുറ്റുപാട് ആരും സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ബുക്സും സാധനങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിക്കാൻ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. മാത്രമല്ല ഞാൻ ഉറക്ക വായിച്ച് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള വീട്ടുകാർക്കൊന്നും അത്ര ഉറക്കം ഉണ്ടാവില്ല. കാരണം ഞാൻ അത്ര ഉറക്കെയാണ് വായിക്കാറുണ്ടായിരുന്നത്. സോ എനിക്ക് എപ്പോഴും രാത്രി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ 5 മണി 6 മണിയൊക്കെ ആവുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് എണീക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എൻ്റെ പല ഫ്രണ്ട്സും രാവിലെ എണീച്ച് പഠിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ പഠിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ഞാനും രാവിലെ എണീച്ച് പഠിച്ചു നോക്കാന്ന്. പക്ഷെ എങ്ങനെ പോലും എനിക്ക് അവരെ പോലെ 5 മണിക്കോ 6 മണിക്കോ എണീക്കാൻ പറ്റില്ല. ഞാൻ 8 മണിക്കാണ് കണ്ണു തുറക്കും. ആ ഒരു 8 മണിക്കെങ്കിലും പഠിക്കായിരുന്നല്ലോ, എനിക്ക് ഒന്നും തലേ കയറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ ബ്രെയിൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പോലും രാവിലെ പഠിച്ചിട്ട് ഞാൻ ഇതുവരെ എക്സാമിന് പോയിട്ടില്ല. സോ അത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും നൈറ്റ് ഓൾ ആണ്. എനിക്ക് നൈറ്റിൽ രാത്രി പഠിച്ചാൽ മാത്രമാണ് തലേ കയറുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ വേറൊരാൾ പഠിക്കുന്നുണ്ട് രാവിലെ പഠിക്കാൻ പോയി എനിക്കത് മനസ്സിലാവില്ല. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് രാവിലെ പഠിച്ചാലാണ് മനസ്സിലാവുക, ചില ആൾക്കാർക്ക് രാത്രി പഠിച്ചാലാണ് മനസ്സിലാവുക. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ രാത്രി പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പുലർച്ചെ സമയത്തൊക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിൻ അപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളും, പകലൊക്കെ കിടന്നുറങ്ങിക്കോളും, അതൊന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ ആ രാത്രി പഠിച്ച സാധനം നമുക്ക് അതേപോലെ തലയിലുണ്ടാവും. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാർ, അവർക്ക് രാത്രി ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉറക്കം വരും, പെട്ടെന്ന് തന്നെ ടയേർഡ് ആകും, പെട്ടെന്ന് തന്നെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ പോകും. അവര് ബാക്കിയുള്ളവർ രാത്രി ഇരിക്കുന്നവര് രാത്രി ഇരിക്കാൻ നിൽക്കരുത്. അവരെന്താക്കണം, ഒരു 10 മണിക്കൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് പഠിക്കുക. അവർക്ക് ഏറ്റവും കൂടുതൽ പഠിച്ച് മനസ്സിലാവുക രാവിലെ എണീക്കുമ്പോഴായിരിക്കും. സോ ഇത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഇതിനെ ഒരുമിച്ചാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പൊ രാവിലെ എണീച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ രാത്രിയാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ തമ്മിൽ യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. നിങ്ങൾ രാത്രിയാണ് മനസ്സിലാവുന്നതെങ്കിൽ രാത്രി തന്നെ പഠിക്കുക, രാവിലെയാണ് മനസ്സിലാകുന്നതെങ്കിൽ രാവിലെ തന്നെ പഠിക്കുക. ഫ്രണ്ട് രാവിലെയാണ് അല്ലെങ്കിൽ ഫ്രണ്ട് രാത്രിയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ മാറ്റരുത്. കാരണം ഓരോരുത്തരുടെ ബ്രെയിൻ ഡിഫറെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെയുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ മാക്സിമം ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ആ സമയത്ത് പെട്ടെന്ന് ഉറക്കം വരും. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ടയേർഡ് ആവും. പുറത്തുള്ള ചൂടൊക്കെ കാരണം നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ട് സ്ലീപ്പ് സ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് അത്, 1 മണി തൊട്ട് 3 മണിയുള്ള സമയം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മാക്സിമം ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും പഠിക്കാതിരിക്കുക. ബാക്കി മോർണിംഗും നൈറ്റും എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ ഇത് പഠിച്ചാൽ കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ കൂടുതൽ മാർക്ക് എന്നൊന്നുമില്ല. നിങ്ങൾ മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ മോർണിംഗ് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾ നൈറ്റ് ഓൾ ആണെങ്കിൽ നൈറ്റ് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾ 2 കാറ്റഗറിയിലും പെട്ട ആൾക്കാർക്കുള്ള ടൈം ടേബിൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കി വെക്കുക. കൂടുതൽ സ്റ്റഡി വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം എന്നുള്ളത് കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട.